ജനുവരി 18 ഹംഗറിയിലെ വിശുദ്ധ പ്രിസ്ക. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്ത ഒരു റോമൻ പെൺകുട്ടിയാണ് വിശുദ്ധ പ്രിസ്ക. കത്തോലിക്ക സഭയിലും ആംഗ്ലിക്കൻ കൂട്ടായ്മയിലും അവളെ വിശുദ്ധയായും രക്തസാക്ഷിയായും ബഹുമാനിക്കുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അവൾ ഒരു ബാലരക്തസാക്ഷിയായിരുന്നു. ഒരു കുലീന കുടുംബത്തിലെ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച പ്രിസ്ക റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസിന്റെ ഭരണകാലത്താണ് വളർന്നത്. മറ്റു റോമൻ ചക്രവർത്തിമാരെ പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ക്ലോഡിയസ് ഉപദ്രവിച്ചില്ലെങ്കിലും ക്രിസ്ത്യാനികൾ ഇപ്പോഴും തങ്ങളുടെ വിശ്വാസം പരസ്യമായി ആചരിച്ചിരുന്നില്ല. വാസ്തവത്തിൽ പ്രിസ്കയുടെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസം മറച്ചുവെക്കാൻ വളരെയധികം ശ്രമിച്ചു. അതിനാൽ അവർ ക്രിസ്ത്യാനികളാണെന്ന് സംശയിച്ചില്ല. പെൺകുട്ടി ക്രിസ്തുവിനോടുള്ള തൻ്റെ സമർപ്പണം പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒടുവിൽ അവളെ ചക്രവർത്തിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ക്ലോഡിയസ് അവളെ അറസ്റ്റ് ചെയ്യുകയും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. പ്രിസ്ക വിസമ്മതിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. പൊടുന്നനെ തിളങ്ങുന്ന മഞ്ഞ വെളിച്ചം അവളുടെ ചുറ്റും തിളങ്ങി. അവൾ നക്ഷത്രമായി പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തുവിനെ അപലപിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രിസ്കയെ തടവിലിടാൻ ക്ലോഡിയസ് ഉത്തരവിട്ടു. അവളുടെ മനസ്സ് മാറാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവളെ കൊളോസിയത്തിലേക്ക് കൊണ്ടുപോവുകയും ഒരു ക്രൂരനായ സിംഹത്തെ അഭിമുഖീകരിപ്പിക്കുകയും ചെയ്തു. പ്രിസ്ക സിംഹത്തിനു മുമ്പിൽ ഭയമില്ലാതെ നിന്നു. അത് അവളുടെ കാലുകൾ നക്കി. ചക്രവർത്തി അവളെ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്തു. അവൾ നല്ല വിവാഹങ്ങളുടെ രക്ഷാധികാരിയായി അറിയപ്പെടുന്നു.